വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു. എവിടുന്നാ വരുന്നേ? ആലപ്പുഴ. ആലപ്പുഴ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, മോളുണ്ട്, വൈഫുണ്ട്. ഓക്കെ, സൂപ്പർ. എന്താണ് ജോലി? ഞാനൊരു TMT കമ്പനിയുടെ റീജിയണൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അടിപൊളി. ഈ മിമ ഷോ എന്നാണ് ഞാൻ പ്രൊഫൈലിൽ കണ്ടത്. വാട്ട് ഈസ് ദിസ് മിമ ഷോ? മിമ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബേസിക്കലി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നീടാണ് ഞാൻ മാജിക് പഠിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞ മെന്റലിസം ഉണ്ട്. അപ്പൊ മിമിക്രിയുടെ മീയും മാജിക്കിന്റെ മായും ചേർത്തിട്ട് മിമ ഷോ. ശരി. 15 കൊല്ലമായിട്ട് ഒരു 1.5 മണിക്കൂർ 1 മാൻ ഷോ ചെയ്തുകൊണ്ട് പോകുന്നു. സൂപ്പർ. നമ്മളപ്പോ എന്താണ് ഈ മിമ ഷോയിൽ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്? ആദ്യം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മെന്റലിസത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കുറച്ച് മിമിക്രിയിലേക്ക് പോവാം. ശരി. പിന്നീട് ഒരു മാജിക്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിന് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വേണ്ടേ? എനിക്ക് 1-2 പ്രോപ്പർട്ടീസ് വേണം. പ്ലീസ്. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞു. ദീപചേട്ടാ, നമ്മൾ തുടങ്ങുകയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ രണ്ടുപേരും ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. നാദിഷക്കയും ചേട്ടനും കൊണ്ട്. ഓക്കെ, നാദിക. അപ്പൊ മെന്റലിസത്തിന് വേണ്ടി എന്റെ കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാദികയും ബക്രുചേട്ടനെയും എലീനയും. ഞാനും ഉണ്ടോ? ബക്രുചേട്ടാ, ആദ്യമായിട്ട് ഞാനൊരു കവറ് ബക്രുചേട്ടനെ ഏൽപ്പിക്കുകയാണ്. കാര്യമെന്നറിയോ? വിശ്വാസം ഉള്ളവരെ മാത്രമേ ഏൽപ്പിക്കാൻ പറ്റൂ. ബക്രുചേട്ടാ, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഞാൻ വിചാരിച്ചു നെഞ്ചോട് ചേർത്ത്. തെറ്റിദ്ധാരണ. നാദിക, ഇതൊരു ബുക്കാണ്. ഇതിൽ ഒരുപാട് സെലിബ്രിറ്റികളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു വിടാം. നാദിക ഒന്ന് വായിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി, വിജയ്, ടോവിനോ, യെസ്, നവ്യ നായർ, പിന്നെ ദീപുരാജ്. യെസ്. അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സെലിബ്രിറ്റി ആവും. അടുത്ത പടത്തിൽ തന്നെ ഉറപ്പില്ല. അതിനുവേണ്ടിയാ. അപ്പൊ നാദിക, ഇത് ഇങ്ങനെ ഇടത് കയ്യിൽ പിടിച്ചോണ്ട് നിന്നോളൂ. ഞാൻ പറയാം. അങ്ങനെ കൈ പിടിച്ചു. എലീന, ഞാനിവിടെയാണോ? ഇതില് ഒരുപാട് തിങ്സുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് തിങ്സുകളുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഓപ്പൺ ചെയ്ത്, എല്ലാം ഒന്നും വേണമെന്നില്ല, പലതാണോന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്ത് വായിച്ചു. ഒന്ന് ഓക്കെ, വായിച്ചു. എന്നെ കഴിക്കട്ടാ. വായിച്ചു. ബ്ലാക്ക് സോസോ മടക്കിട്ടോ? അതേപോലെ തന്നെ. ഒരു മിനിറ്റ്. അടുത്തത് കേക്ക്. പല ചിപ്സ് ആണേ. ആപ്പിൾ ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് ഉറപ്പായില്ലേ? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബാഗാണ് അല്ലെ? ഇതിന് ഇതിന്റെ അകത്ത് വളരെ റാൻഡമായിട്ട് നല്ലപോലെ ഷഫിൾ ചെയ്തോളൂ. നല്ലപോലെ ഷഫിൾ ചെയ്തിട്ട് കണ്ണടച്ചിട്ട് വളരെ റാൻഡമായിട്ട് ഒരു ടോക്കൺ എടുത്തോളൂ. അത് കൈ വെച്ചോ. കൈ ഒന്ന് എടുത്തോട്ടെ. എടുത്തോ, കൈ വെച്ചോ. ഓക്കെ, നാദിക പ്ലീസ് അത് നോക്കിക്കോട്ടോ. ആരാ കാണിക്കണ്ട. കൈ വെച്ചോ. നാദിക ഇടത് കയ്യിൽ വെച്ചിട്ട് വലത് കൈ വെച്ചിട്ട് ഇനി പെട്ടെന്ന് ഇതൊന്ന് പൊക്കി നോക്കണം. ഒറ്റ പൊക്ക് പൊക്കിയിട്ട് ആദ്യം കാണുന്ന ആളെ മനസ്സിൽ നോക്കണം. യെസ്. ഓക്കെ, ഇനി ചോദിച്ചാൽ പറയാമല്ലോ നാദിക. യെസ്, അത് തന്നെയാണ് ഈ കളി കേട്ടോ. നാദിക ഒന്നിന്റെ അടുത്തേക്ക് വരുമോ? നിരവധി സെലിബ്രിറ്റികളെ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടു. നാദിക അതിൻ്റെ അകത്തൊന്നും ഒരു സെലിബ്രിറ്റിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നാദിക, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെന്റലിസം എന്ന് പറയുന്നത്. നാദിക സെലക്ട് ചെയ്തിട്ടുള്ള ആ സെലിബ്രിറ്റി ആരാണെന്ന് ഞാൻ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതൊരു നടനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നടിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയും. ഏതെങ്കിലും ഗായകനോ ഗായികയാണെങ്കിൽ അവർ പാടിയ സൂപ്പർ ഹിറ്റ് ഗാനം ഏതാണെന്ന് ഞാൻ പറയും. ഓക്കെ, സൂപ്പർ. നാദിക, എന്റെ കയ്യിലേക്ക് നാദികയുടെ കയ്യും തരുമോ? നാദികയുടെ മനസ്സ് മാത്രം എന്റെ മനസ്സിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാമോ? കുറെ കാര്യമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് തരുള്ളൂ. ഇല്ല, ഞാൻ പഴയ കാര്യം ഒന്നും പറയത്തില്ല. അതൊന്ന് വരുന്ന നല്ലത് മാത്രമേ പറയുള്ളൂ, പോസിറ്റീവ്. ഓക്കെ, നാദിക വരൂ, എന്റെ മനസ്സിലേക്ക് വരൂ. നാദികയുടെ മനസ്സ് സൈലന്റ്. നാദികയുടെ മനസ്സ് എന്റെ മനസ്സിലേക്ക് വരൂ. നാദിക കണ്ട ആ സെലിബ്രിറ്റിയെ മാത്രം മനസ്സിലേക്ക് കൊണ്ടുപോവാ. യെസ്. എന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്ക് നാദിക. എനിക്ക് തോന്നുന്നു അതൊരു നടനാണ് എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ്, അവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പം നടിയല്ല. അപ്പൊ എന്റെ സ്ട്രെയിൻ കൂടുന്നു. കാര്യം ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരും. അല്ല, നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ നോക്കാം. അദ്ദേഹം ഒരു പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാനല്ല. ഒരു വില്ലൻ ലുക്ക് ഉണ്ടല്ലേ അദ്ദേഹത്തിന്. ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ ഫിഗർ ഒന്ന് എന്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക പ്ലീസ്. കൊടുക്ക്. പല നടികര പത്രിക, രചന പത്രിക, കമല പത്രിക എന്ത മാതിരി ഒരു നടികര പാത്രയില്ലടാ. ഐ ലവ് യുടാ. പേരാണ് വായിച്ചിരിക്കുന്നത് അല്ലേ? ഇനി എലീന, ഞാൻ ട്രാൻസ്ഫർ ചെയ്യണോ? എലീന ഒരുപാട് തിങ്സുകൾ ഉള്ളതിൽ നിന്ന് ഒരു തിങ്സ് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലേ? നോക്കിക്കോ. കൈ വെച്ച കണക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. ഒരുപാട് തിങ്സുകൾ നമ്മൾ വായിച്ചു അല്ലേ? അതിൽ നിന്ന് ഒരു തിങ്സ് മാത്രം എടുത്തിട്ടുണ്ട്.
എലീനയുടെ മനസ്സ് എന്റെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വെരി ഗുഡ്, വളരെ നന്നായിട്ട് വരുന്നു. ഇതൊരു കപ്പാണ്. ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ ഒക്കെ വിട്ടിട്ട് നമുക്ക് ഗ്രീനിൽ മാത്രം ഉറപ്പിക്കാം. ഗ്രീൻ കപ്പ് അല്ലയാ? ഇനി പക്രചേട്ടൻ എത്തിയപ്പോ അതിന് ഗ്രീൻ കപ്പ്. ഇത് എന്റെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്രചേട്ടൻ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോ തന്നെ ഞാൻ പക്രചേട്ടനെ ഏൽപ്പിച്ചൊരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ഓപ്പൺ ചെയ്യടാ. ഗ്രീൻ കപ്പ് പ്രകാശ് രാജ് വിത്ത് ഗ്രീൻ കപ്പ്. അയ്യോ അതെങ്ങനെയാ? ഗംഭീരം. താങ്ക് യു ഏട്ടാ. രണ്ട് ഇൻഡിവിജ്വൽസ് വന്നെടുത്തു, കറക്റ്റ് സാധനം വരികയും ചെയ്തു. സൂപ്പർ. ഞെട്ടിച്ചു. ഇനി നമുക്ക് മിമിക്രിയിലേക്ക് കിടക്കാം. ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും. ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ സെലിബ്രിറ്റികളുടെ വീട്ടില് പൂച്ച, ആട്, പട്ടി ഇങ്ങനെയുള്ള ഒരുപാട് പെറ്റ്സുകളെ വളർത്താറുണ്ടല്ലേ? കുറച്ച് നാള് കഴിയുമ്പോൾ ഇവര് ഇതുങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ പൂച്ച, പട്ടി, ആടൊക്കെയില്ലേ, ഇവര് ഈ സെലിബ്രിറ്റികളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. വിശ്വസിക്കാൻ പറ്റുമോ? പണ്ട് അബീക ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം, അബീൻ അമേരിക്ക എന്ന് പറഞ്ഞൊരു കാസറ്റിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് അമേരിക്ക, അത് ഞാനൊന്ന് മോഡിഫൈ ചെയ്തെടുത്തില്ല. അത് ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ട് ഇവിടെ വരുന്നത് NN പിള്ള. NN പിള്ളയുടെ വീട്ടിലുണ്ടായിരുന്നത് ഒരു കണ്ടംപൂച്ചയാണ്. ഈ കണ്ടംപൂച്ച NN പിള്ള സാറിനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ആരാ വരാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഇന്ദ്രൻസ് ഇല്ലേ? ഇന്ദ്രൻസ് ചേട്ടന്റെ വീട്ടിലെ ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു. ഈ ഇന്ദ്രൻസ് ചേട്ടന്റെ വീട്ടിലെ പൂവൻകോഴി ഇന്ദ്രൻസ് ചേട്ടനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന നോക്കാം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആരാ വരുന്നത്? നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാർ അല്ല, ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു മുട്ടനാട്. ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലെ മുട്ടനാട്. ഇതൊക്കെയാണ് ഈ പുട്ടിന് വീരിയുടെ കണക്ക് ഞാൻ ഈ മിമാ ഷോ ചെയ്തു പോകുന്നത്. അടുത്തത് നമുക്ക് മാജിക്കിലേക്ക്. ഷോ ആയതുകൊണ്ട് നമ്മൾ നിർത്തിയല്ലോ. എന്തോ ഞാനേ ഇത്ര നേരം പരിപാടി ചെയ്തോണ്ടിരുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ. അപ്പൊ ഞാനോ? കഴിച്ചോ. ഇതോ കഴിച്ചോ? നീ ഞാനിതാ കഴിക്കാം. ഞാൻ വെറുതെ വെച്ചു. ഇതെങ്ങനെ കഴിക്കാനാ? ഞാൻ കഴിക്കാം. അല്ല, ഇത് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നില്ല, പിന്നെ കഴിച്ചോ? അല്ല, കഴിക്കണം. ഇത് കഴിച്ചോ? കഴിക്കണം. ഇതെങ്ങനെ കഴിക്കാനോ? അയ്യേ, പേപ്പർ കഴിക്കാനോ? ശരിക്കും കഴിച്ചു വിഴുങ്ങി? വെള്ളം കുടിച്ചാ, കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതി. ഇല്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാനിത് കഴിക്കില്ല. ഇറങ്ങിപ്പോക്കോളൂ, കഴിച്ചിട്ട് വെള്ളം. ഇല്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. പേപ്പറല്ലേ ഇപ്പൊ തിന്നത്? ആണ്. അല്ല, പക്ഷെ ഞാൻ ഇത് മനുഷ്യന്മാരെ കൊണ്ട് പറ്റുന്നതാണ്. എന്നെ കൊണ്ട് പോലും പറ്റില്ല കഴിക്കാൻ. പേപ്പർ കഴിച്ചില്ലേ? പേപ്പർ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകത്തില്ലേ? ഇതന്നെ ഇനി അടുത്ത് കഴിക്കുന്നേ. ഇത് അതങ്ങ് ഇറങ്ങി പോട്ടെ. എന്നാ ബ്ലേഡാ. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊക്കെ പിള്ളേര് കണ്ടോണ്ടിരിക്കുന്ന. പിള്ളേരല്ല, വലിയവരും അനുകരിക്കാൻ പാടില്ല. ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഞാനിത് ചെയ്തത്. വീട്ടിൽ ചെന്ന് ബ്ലേഡ് എടുത്ത് വായിടല്ലോ. ഉപയോഗിക്കുന്നതോടെ എനിക്ക് പേടിയാ. ചെയ്യരുത്, ആരും ഇത് ചെയ്ത് നോക്കരുത്. ദയവേത് ആരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. ഇത് ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷം ഞാനിത് ചെയ്യുന്നതാണ്. ഒരു നാളും വീട്ടിൽ അനുകരിക്കരുത്, പ്ലീസ്. അല്ല ചേട്ടാ, വേണ്ട ചേട്ടാ, കുഴപ്പമില്ല. അല്ല മോളെ, എനിക്ക് ഇഷ്ടമാണ് മോളെ. വിശന്നിട്ട് വയ്യ. ഈ ചപ്പാത്തിക്കൊക്കെ കൂടെ ബ്ലേഡ് ആണോ നിങ്ങൾ? ചപ്പാത്തിക്ക് പകരം ഞാൻ ബ്ലേഡാ തിന്നാ. ഓ മൈ ഗോഡ്, നോ നോ പ്ലീസ്, എനിക്കിത് കണ്ടെത്തിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ വേണ്ട, ഞാൻ തമാശ. അല്ലല്ല, എനിക്ക് വേണ്ട. പരിശോധിക്ക്. വേണ്ട, അത് ബ്ലേഡാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംശയം ഒറിജിനൽ ബ്ലേഡ് ആണ്. ഒറിജിനൽ ബ്ലേഡ് ആണ്. ആണോ? ആ, മെല്ലെ മെല്ലെ. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കഴിക്കത്തില്ല, ഞാൻ ഒറിജിനലേ കഴിക്കുള്ളൂ. ചേട്ടാ, നോ നോ നോ, ഡോണ്ട് ഡു ഇറ്റ്. അയ്യോ നാദിക, എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം പേപ്പർ കഴിച്ചപ്പോ ബ്ലേഡ് കഴിക്കുന്നു. ശീലാമയ്ക്ക് കൊടുക്കത്തില്ല, കാര്യം അത് ശരിയല്ല. ഞാനത് കൊടുക്കുന്നത് വേണോ? തമാശയല്ല, ഈസ് ആക്ച്വലി ഈറ്റിംഗ് ഓൾ. എനിക്ക് ട്രൈ ചെയ്തായിരിക്കാൻ പറ്റത്തില്ല. എന്റെ അന്നമായത് ഇത് മൊത്തം ഇനി ഇവിടുന്ന് കഴിക്കാൻ മുഴുവനും കൂടി ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ഈ എപ്പിസോഡ് പറയണ്ട, എനിക്ക് പേടിയാ. പിന്നെ
ദീപു ചേട്ടൻ. അല്ലല്ല, അതല്ല, ഈ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള സാധനം ഇങ്ങനെ ചെയ്യുന്ന പിന്നെ ബ്ലേഡ് സ്മൂത്ത് ആയിട്ടാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ സ്മൂത്ത് ആയിട്ടാ കഴിക്കുന്നത്. ബ്ലേഡ് മാഫിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടോ, ഓരോന്നോരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡ് തീരത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അയ്യോ ഗോഡ്, ദിസ് ഈസ് സോ ലൈക്ക് എനിക്ക് നൂലോ ഇങ്ങനെയൊക്കെ നൂല. അയ്യോ ചേട്ടാ, പേപ്പർ കഴിച്ചു, ബ്ലേഡ് കഴിച്ചു, നൂല്, ഇതെന്താ സംബന്ധം? എന്തേറ്റി? മെല്ലെ മെല്ലെ മെല്ലെ. എനിക്ക് പേടിയാ, പേടിയാ. എനിക്ക് പേടിയാ ചേട്ടാ. മെല്ലെ മെല്ലെ മെല്ലെ. എന്റെ ദൈവം, എന്റെ ജീവിതത്തില് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേടിച്ച് ഒരു മാജിക് എന്താ പറയാ, ഈ തീറ്റ മത്സരം ഞാൻ കണ്ടോന്ന് പറയാം. ബ്ലേഡ് കമ്പനിയിലായിരുന്നോ? ഇനിയും വേറെന്താ സാധനം വരാനുണ്ട്? ആ പേപ്പർ. നേരത്തെ അയച്ച പേപ്പർ എല്ലാം തിരിച്ചു തരുന്നു. അപ്പൊ ഞാൻ നേരത്തെ എന്താ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മേ, അയ്യോ, ഇടയ്ക്കിരുന്ന് അറിയാതെ പോന്ന നൂലെ കെട്ടി വീഴാതെ പോന്ന. ഉയ്യോ, ഞാനെങ്ങാനും ആ പേപ്പർ കഴിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വരുമായിരുന്നോ? അതെനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ദയവ് ചെയ്ത് Please, വീട്ടിൽ ആരും ഇത് അനുകരിക്കരുത്. ഇവിടെ നിന്ന് കണ്ടപ്പോ ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഇത് കാണുന്നത്. അപ്പം ഐ കൻ ലിറ്ററലി സീ ആ പേപ്പറും ചവച്ച് കഴിക്കണ്ടായിരുന്നു. പോരാത്തതിന് ഈ ബ്ലേഡൊക്കെ എന്ത് നിസ്സാരമായിട്ടൊക്കെ കഴിച്ചു. ഒരു നല്ല കൈയുടെ കൊടുക്കാവോ പ്ലീസ്? സന്തോഷം. താങ്ക് യു. ദീപു ചേട്ടാ, ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. ഇനി അടുത്തത് സ്റ്റീൽ കമ്പികളായിരിക്കും നിങ്ങൾ? അടുത്ത എപ്പിസോഡിൽ സ്റ്റീൽ കമ്പിയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവമേ, ശിലാമ പറഞ്ഞു വേണ്ടത്. നാദിക്കൊക്കെ തിരിയായിരുന്നു ഓരോ ബ്ലേഡ് എടുക്കുമ്പോഴും. നമ്മളുടെ വായിലേക്ക് ബ്ലേഡ് പോയി സത്യം. പക്ര ചേട്ടാ അവിടെ ഉണ്ടല്ലോ അല്ലേ? കേട്ട വീടില്ലല്ലോ. ഭയങ്കരം തന്നെ. ഞാൻ എന്തോ പഠിക്കാന്ന് വിചാരിച്ചത്, എനിക്ക് പഠിക്കണ്ട. ചേച്ചി ഇത് വേണമെങ്കിൽ പഠിച്ചോ. ബ്ലേഡ് സ്റ്റുഡന്റ് ആയിട്ട് വരുന്നില്ല. അല്ല, ബ്ലേഡിന്റെ സംഭവം അല്ലേ നമുക്ക് പഠിക്കണ്ടെന്ന് പറയാം. പേപ്പർ എളുപ്പമല്ലേ, കുഴപ്പമില്ല. പേപ്പറും കൂടെ വേണ്ട. പേപ്പർ വേണ്ട, അത് വേണ്ട. ഈ രണ്ട് സാധനങ്ങൾ വേണ്ട. നമുക്ക് മെന്റലിസ്റ്റ് പഠിച്ചാൽ മതി. മറ്റുള്ളവരുടെ മനസ്സിൽ എന്താന്നുള്ളത് അറിഞ്ഞാൽ മതി. അതാണ് എളുപ്പം. അതെ എളുപ്പം. ശരി, അപ്പൊ എന്തായാലും ഇത്രയും ഒരു ഗംഭീര പെർഫോമൻസിന് നമുക്ക് എത്രയാണ് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുക? നാദിക്ക 5. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോ ഇതുപോലെ സെയിൽസ് നടത്തുമ്പോ ഒരു കാര്യം കൂടെ പറയാം. എന്നെ മനസ്സിലായില്ലേ, ഞാൻ കോമഡി മാസ്റ്റേഴ്സിലെ 5 സ്റ്റാർ നേടിയ ആളാണെന്ന്. നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാർ ഒട്ടിച്ചോ, പൊളിക്കോ.